ഇന്ന് നമ്മൾ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ആണ് പഠിക്കാൻ പോണത്. നമ്മൾ ഇന്ന് നോക്കുക കോറിലേഷൻ്റെ കോൺസെപ്റ്റ്, ടൈപ്സ്, കോറിലേഷൻ്റെ ഫോർമുല, റിഗ്രഷൻ്റെ കോൺസെപ്റ്റ്, റിഗ്രഷൻ്റെ ഫോർമുല ആൻഡ് ന്യൂമറിക്കൽസ്, പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്. അപ്പം ആദ്യമായിട്ട് വാട്ട് ഈസ് കോറിലേഷൻ? കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവാൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, അതിനാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഒരു വേരിയബിളിൻ്റെ ചേഞ്ചിനനുസരിച്ച് മറ്റേ വേരിയബിൾ എങ്ങനെയാണോ ചേഞ്ച് ചെയ്യുന്നത് അതിനാണ് കോറിലേഷൻ എന്ന് പറയുക. ഒരു വേരിയബിളിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവും ചേഞ്ചിൻ്റെ. ഈ എക്സാമ്പിൾ ഉണ്ടല്ലേ, മോർ സ്റ്റഡി ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് എക്സാം മാർക്ക്. അതായത് പഠിക്കുന്ന സമയം കൂടുന്നതിനനുസരിച്ച് എക്സാമിൻ്റെ മാർക്ക് കൂടും. രണ്ടും കൂടുകയാണ്, ഇൻക്രീസ് ചെയ്യാണ്. രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണ് പോണത്. എക്സാം മാർക്ക് ഒരു വേരിയബിളാണ്, സ്റ്റഡി ഹവേഴ്സ് ഒരു വേരിയബിളാണ്. രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറയാം പോസിറ്റീവ് കോറിലേഷൻ എന്നാണ്. രണ്ട് വേരിയബിൾസും ഒരേ ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുക. അപ്പം രണ്ട് വേരിയബിൾസും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകണമെങ്കിൽ എന്താ പറയുക? നെഗറ്റീവ് കോറിലേഷൻ. അപ്പം കോറിലേഷൻ നോർമലി അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവുക -1-ൻ്റെയും +1-ൻ്റെയും ഇടയിലാണ്. കോറിലേഷൻ ഒരു വേരിയബിളിൻ്റെ ചേഞ്ച് എന്തുകൊണ്ടാണ് മറ്റേ വേരിയബിളിന് വന്നത് എന്ന് കോസ് ആൻഡ് എഫക്റ്റ് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു വേരിയബിളിൽ ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഡയറക്ഷൻ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ, അല്ലാതെ എന്തുകൊണ്ട് എന്നുള്ള കോസ് ആൻഡ് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കോറിലേഷൻ്റെ. കോറിലേഷൻ്റെ ടൈപ്സ്, ബോത്ത് വേരിയബിൾസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അതിന് പറയാം പോസിറ്റീവ് കോറിലേഷൻ ആണ്. when x increases y also increases, അല്ലെങ്കിൽ when x decreases y also decreases. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണെങ്കിൽ അതിന് പറയാം പോസിറ്റീവ് കോറിലേഷൻ. അപ്പോൾ ഓപ്പോസിറ്റ് എന്തായിരിക്കും? എക്സ് ഇൻക്രീസ് ചെയ്യുമ്പം വൈ ഡിക്രീസ് ചെയ്യാണ്, എക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ വൈ ഇൻക്രീസ് ചെയ്യാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകണമെങ്കിൽ അതിന് പറയാം നെഗറ്റീവ് കോറിലേഷൻ എന്നാണ്. ഇനി സീറോ കോറിലേഷൻ അല്ലെങ്കിൽ നോ കോറിലേഷൻ എന്നിട്ട് വേറെ സാധനമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ചേഞ്ച് മറ്റേ ചേഞ്ചിനെ ഫ്രീക്വൻ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ ഒരാളുടെ ഷൂസിൻ്റെ സൈസും അയാളുടെ എക്സാം മാർക്കും, ഷൂസിൻ്റെ സൈസ് കൂടിയെന്ന് വെച്ചാൽ എക്സാം മാർക്ക് കൂടണമെന്നില്ല, എക്സാം മാർക്ക് കുറയണമെന്നില്ല. അത് രണ്ടും തീരെ എഫക്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത രണ്ട് വേരിയബിൾസാണ്. അപ്പോൾ അതിന് സീറോ കോറിലേഷൻ ഉണ്ടാവുക. ഇപ്പോൾ നോർമലി പോസിറ്റീവ് കോറിലേഷൻ നമ്മൾ എക്സാമിനൊക്കെ തിയറി എഴുതുമ്പോൾ ഇതാണ്: ഇൻകം ഇൻക്രീസസ്, സേവിങ്സ് ഓൾസോ ടെൻ ടു ഇൻക്രീസ്. എക്സാമ്പിളായിട്ട് പറയാം. അതേപോലെ പ്രൈസ് ഇൻക്രീസസ്, ഡിമാൻഡ് ടെൻ ടു ഡിക്രീസ്. ഇതാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം എക്സാമ്പിളായിട്ട്. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഈ കണക്കുകൾ കണ്ടിട്ട് ബേജാറാവണ്ട, അതൊക്കെ എളുപ്പമാണ്, സിമ്പിൾ സാധനങ്ങളാണ്. n ഇൻറ്റു സം ഓഫ് എക്സ് വൈ മൈനസ് സം ഓഫ് എക്സ് ഇൻറ്റു സം ഓഫ് വൈ divided by square root of n into sum of x square minus sum of x all square into sum of n into sum of y square minus sum of y all square. ഓരോന്നും എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മീൻസ് പ്രോബ്ലത്തിന് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ 0.0-ൻ്റെയും 0.3-ൻ്റെയും ഇടയിലാണെങ്കിൽ വീക്ക് കോറിലേഷൻ ആണ്. 0.3-ൻ്റെയും 0.7-ൻ്റെയും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് കോറിലേഷൻ ആണ്. 0.7-ൻ്റെയും 1-ൻ്റെ ഇടയിലാണെങ്കിൽ സ്ട്രോങ് കോറിലേഷൻ ആണ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ സ്ട്രോങ് പോസിറ്റീവ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ സ്ട്രോങ് നെഗറ്റീവ്, അങ്ങനെ പറയാം കേട്ടോ. നമുക്ക് പ്രോബ്ലം ചെയ്താലാണ് കുറച്ചും കൂടി മനസ്സിലാവുക. നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഈ കാൾ പിയേഴ്സൻ്റെ ഫോർമുലയാണ് നമ്മൾ ഈ കണ്ടത്, തൊട്ട് നേരത്തെ കണ്ട സാധനം. അല്ലെങ്കിൽ ഈ ഫോർമുല കാൾ പിയേഴ്സൺ എന്ന് പറഞ്ഞ ആളാണ് ഡിറൈവ് ചെയ്തത്, കണ്ടുപിടിച്ചത്. അതിന് കാൾ പിയേഴ്സൺസ് ആർ എന്നും പറയും. ആർ എന്നാണ് കോറിലേഷൻ എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട് 1, 2, 3, 4, 5. വൈൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട് 2, 4, 5, 4, 5. അപ്പോൾ ഇത് വെച്ചിട്ട് കോറിലേഷൻ കാണാനാണ് വേണ്ടത്. നമ്മൾ കോറിലേഷൻ കാണുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ടേബിൾസ് ആണ് ഇതൊക്കെ. എക്സ് വൈ, എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, എക്സ് വൈ. പ്രോബ്ലം കാണിച്ചു തരാം ടേബിൾ.
ആദ്യം എക്സ് ക്വസ്റ്റ്യനിൽ തന്ന അതേപോലെ എഴുതുക, അതിനെ ടോട്ടൽ ചെയ്യാം. അതിനാണ് സം ഓഫ് എക്സ് എന്ന് പറയാം. പിന്നെ വൈ ക്വസ്റ്റ്യനിൽ തന്ന അതേപോലെ എഴുതുക വേർട്ടിക്കലായിട്ട്, അതിൻ്റെ സം എടുക്കുക, അതാണ് സം ഓഫ് വൈ = 20. പിന്നെ ഈ എക്സിൻ്റെ ഓരോന്നും സ്ക്വയർ ചെയ്യാം. 1ൻ്റെ സ്ക്വയർ 1. അടുത്ത ടേബിളാണ് എക്സ് സ്ക്വയർ എന്നാണ് ആ ടേബിളിൻ്റെ മീൻസ് കോളത്തിൻ്റെ പേര്. 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, അങ്ങനെ എക്സിൻ്റെ സ്ക്വയേഴ്സ് മൊത്തം കാണാം. എന്നിട്ട് അതിൻ്റെ സം എടുത്താൽ സം ഓഫ് എക്സ് സ്ക്വയർ എന്നാണ് അതിന് പറയുക. അത് 55 കിട്ടി. അതേപോലെ വൈൻ്റെ സ്ക്വയേഴ്സ് ഓരോന്നും കാണാം. 4ൻ്റെ സ്ക്വയർ 16, അങ്ങനെ ഓരോന്നും കാണാം. എന്നിട്ട് അത് മൊത്തം ടോട്ടൽ ചെയ്യാം. ഒക്കെ ടോട്ടൽ ചെയ്താൽ സം ഓഫ് വൈ സ്ക്വയർ കിട്ടും. പിന്നെ ഉള്ളൊരു കോളാണ് എക്സ് വൈ എന്നുള്ള കോളം. അതായത് എക്സ് ഇൻറ്റു വൈ. 1 ഇൻറ്റു 2 2 കിട്ടും. 2 ഇൻറ്റു 4 8 കിട്ടും. അങ്ങനെ ഓരോന്നും കാണാം. ആണ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ. അത് മൊത്തം ടോട്ടൽ ചെയ്താൽ സം ഓഫ് എക്സ് വൈ കിട്ടും. അത് 66. ഇത്രയും സാധനം നമുക്ക് എന്ത് ചെയ്യാൻ ആവശ്യമുള്ളൂ? ആ ന്യൂമറിക്കൽസിൽ ഫോർമുലയിൽ ആവശ്യമുള്ളൂ. അപ്പം n എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് 1 2 3 4 5 അങ്ങനെ 5 ഐറ്റംസ് അല്ലേ ഉള്ളത്. ഇവിടെ ആയാലും 5 ഐറ്റംസ് അല്ലേ ഉള്ളത് കോളത്തിൽ. അപ്പം n എന്ന് പറഞ്ഞാൽ 5 ആണ് കേട്ടോ. n 5 കിട്ടിയിട്ടുണ്ട്. സം ഓഫ് എക്സ് 15 കിട്ടിയിട്ടുണ്ട്. സം ഓഫ് വൈ 20 കിട്ടിയിട്ടുണ്ട്. സം ഓഫ് എക്സ് വൈ 66 കിട്ടിയിട്ടുണ്ട്. സം ഓഫ് എക്സ് സ്ക്വയർ 55. സം ഓഫ് വൈ സ്ക്വയർ 86. ഇപ്പം ന്യൂമറേറ്റർ കാണാം. ന്യൂമറേറ്റർ പറഞ്ഞാൽ മേലുള്ളത് n ഇൻറ്റു സം ഓഫ് എക്സ് വൈ മൈനസ് സം ഓഫ് എക്സ് ഇൻറ്റു സം ഓഫ് വൈ. അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാണാം, 30 കിട്ടും. ഓക്കെ. ഡിനോമിനേറ്റർ കാണുമ്പോൾ ഈ ഒരു കാര്യം ചില ആൾക്കാർ തെറ്റിക്കാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഡിനോമിനേറ്റർ സം ഓഫ് എക്സ് സ്ക്വയർ, അതാണ് 5 ഇൻറ്റു 55. അതൊക്കെ മൈനസ് 15 സ്ക്വയർ, അതായത് സം ഓഫ് എക്സ് സം ഓഫ് എക്സ് ഓൾ സ്ക്വയർ ആണിത് കേട്ടോ. 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സം ഓഫ് എക്സ് സ്ക്വയറും സം ഓഫ് എക്സ് ഓൾ സ്ക്വയറും ഡിഫറെൻ്റ് ആണ്. അത് മാറിപ്പോരുത്. സം ഓഫ് എക്സ് സ്ക്വയറും സം ഓഫ് എക്സ് ഓൾ സ്ക്വയറും ഡിഫറെൻ്റ് ആണ്. സം ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 55 ആണ്. സം ഓഫ് എക്സ് ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 ഓൾ സ്ക്വയർ, അതായത് 15 സ്ക്വയർ. അതിങ്ങനെ കിട്ടും 50. ഇനി അതേപോലെ സം ഓഫ് വൈ സ്ക്വയർ മൈനസ് സം ഓഫ് വൈ ഓൾ സ്ക്വയർ, അതും ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടത് കേട്ടോ. സ്ക്വയർ റൂട്ട് ഓഫ് 15 to 30. സ്ക്വയർ റൂട്ട് ഓഫ് 1500 38.73. അതാണ് ഡിനോമിനേറ്റർ. ന്യൂമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ 0.77 കിട്ടും. 0.77 ആയ എന്ത് കോറിലേഷനാണ് അടുത്ത് പറഞ്ഞില്ലേ. 0.7ൻ്റെയും 1ൻ്റെയും ഇടയിലാണെങ്കിൽ സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷനാണ്. അപ്പം ഇത്രയേ ഉള്ളൂ പ്രോബ്ലം 1. അപ്പോൾ ഇതിൽ എപ്പോഴും തെറ്റിപ്പോകുന്നൊരു കാര്യം ഇതാണ് കേട്ടോ. സം ഓഫ് എക്സ് സ്ക്വയറും സം ഓഫ് എക്സ് ഓൾ സ്ക്വയറും രണ്ടും ഡിഫറെൻ്റ് ആണ്. അത് മാറിപ്പോയത്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 55 ആണ്. എക്സ് ഓൾ സ്ക്വയർ ആണ് 15ൻ്റെ സ്ക്വയർ ആണ്. അത് മാത്രം നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ പ്രോബ്ലം 2 ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെയിം ഇതേപോലെ തന്നെ ചെയ്യുക. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്. ഇതിൻ്റെ ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. ഇതിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ കിട്ടുന്ന പ്രോബ്ലം കൊടുക്കുക. ഈ റിഗ്രഷൻ നോക്കാം. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രെഡിക്ട്സ് ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം അനദർ. അതായത് ഒരു വേരിയബിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ വേരിയബിൾ വെച്ചിട്ട് അടുത്ത വേരിയബിൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സും ഒന്ന് ഡിപെൻഡൻറ്റ് വേരിയബിൾ വൈയും ആയിരിക്കും. അതിൽ നിന്ന് ഒരു വേരിയബിൾ കിട്ടിയാൽ മറ്റേ വേരിയബിൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് റിഗ്രഷനിലൂടെ പറയുന്നത്. അപ്പോൾ ഇത് നോർമലി ഫോർകാസ്റ്റിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുക. സെയിൽസ്, മാർക്സ്, കോസ്റ്റ്, ഡിമാൻഡ് ഒക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഷോപ്പ് ഓണർ യൂസസ് പാസ്റ്റ് അഡ്വർടൈസിങ് സ്പെൻഡ്, അതായത് എക്സ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ സെയിൽസ്. എന്ന് വെച്ചാൽ ഒരാൾ 2010 500 രൂപയാണ് അഡ്വർടൈസിങ്ങിന് ചിലവാക്കിയത്. അപ്പോൾ അയാൾക്ക്
സെയിൽസായിട്ട് കിട്ടിയിരുന്നത് ഒരു 2000 രൂപയാണ് വെച്ചു. പിന്നെ 2012 ആയപ്പോൾ അയാൾ 1000 രൂപ ചിലവാക്കി. അപ്പോൾ അയാൾക്ക് 4000 രൂപ സെയിൽസായിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുക, ഇപ്പം 2000 രൂപ അഡ്വർടൈസിങ്ങിന് ചിലവാക്കിയാൽ എത്ര രൂപ അയാൾക്ക് സെയിൽസിൽ കിട്ടുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അതിനാണ് റിഗ്രഷൻ എന്ന് പറയുക. ഇപ്പോൾ റിഗ്രഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്, y = a + bx എന്ന് വെച്ചാൽ y ഈ വാല്യൂ ആണെങ്കിൽ y കണ്ടുപിടിക്കണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എയും ബിയും കണ്ടുപിടിക്കണം. എ എന്താ ബി എന്താന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതും ഒരു പ്രോബ്ലം കണ്ടാൽ നമുക്ക് മനസ്സിലാവുക എന്താണ് ഈ y a b x എന്നൊക്കെ. ഇത്രയും മാത്രം നോക്കുക. ബി എന്ന് വെച്ചാൽ n × sum of xy - sum of x × sum of y divided by n × sum of x² - sum of x all square. ഇത് കോറിലേഷൻ്റെ ഇക്വേഷനേക്കാളും കുറച്ചും കൂടി സിമ്പിളാണ്. സ്ക്വയർ റൂട്ടും കുറേ കൺഫ്യൂഷൻസും ഒന്നുമില്ല. അതാണ് ബി കാണാനുള്ള ഇക്വേഷൻ. ഇനി എ കാണാനുള്ള ഇക്വേഷൻ സം ഓഫ് y - b × സം ഓഫ് x divided by n. അപ്പം ഇതാണ് ഇക്വേഷൻ. നമുക്ക് പ്രോബ്ലം നോക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. പ്രോബ്ലം നോക്കാം. From the data below, find the regression equation of y on x. Also estimate the value of y when x = 12. അപ്പോൾ എക്സ് 12 ആകുമ്പം y എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ x 2, 4, 6, 8, 10 വരെ തന്നിട്ടുണ്ട്. ഇപ്പോൾ 12 ആകുമ്പോൾ y എത്രയാവും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ y 5, 7, 9, 11, 13 അങ്ങനെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു ട്രെൻഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ കുറച്ചും കൂടി വലിയ വാല്യൂസ് ആകുമ്പോൾ നമുക്ക് ഇക്വേഷൻ തന്നെ വേണ്ടി വരും. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ന്യൂമറിക്കൽസ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ടേബിൾസ് ഇതൊക്കെയാണ്. എക്സിൻ്റെ കോളം, വൈൻ്റെ കോളം, x², xy. ഓക്കെ, അപ്പം ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എക്സ് ക്വസ്റ്റ്യനിൽ തന്ന അതേപോലെ എഴുതി ടോട്ടൽ ചെയ്തു. ആ ടോട്ടൽ എന്ന് പറയാം സം ഓഫ് എക്സ് എന്നാണ്. വൈ അതേപോലെ എഴുതി ടോട്ടൽ ചെയ്തു. ആ ടോട്ടൽ എന്ന് പറയാം സം ഓഫ് വൈ. പിന്നെ നമ്മൾ ആകെ x² കണ്ടാൽ മതി. നേരത്തെ നമ്മൾ എക്സിൻ്റെ സ്ക്വയറും കണ്ടിരുന്നു, വൈൻ്റെ സ്ക്വയറും കണ്ടിരുന്നു അല്ലേ. ഇപ്രാവശ്യം x² മാത്രം കണ്ടാൽ മതി. x² എങ്ങനെ കാണാം? 2ൻ്റെ സ്ക്വയർ 4, ഓരോന്ന് കാണാം. 4ൻ്റെ സ്ക്വയർ 16, അങ്ങനെ കാണാം. ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുന്നതിൻ്റെ പേരെന്താ പറയുക? സം ഓഫ് x² = 220. ഇനി എക്സും വൈയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. x 2, y 10, 2 × y 5, 2 × 5 10, അങ്ങനെ ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 4, 7, 4 × 7 28, അങ്ങനെ ഓരോന്ന് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടും. ആ ടോട്ടലിന് പറയാം സം ഓഫ് എക്സ് വൈ എന്നാണ്, 310. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി ആ ഫോർമുലയിൽ വേണ്ട കാര്യങ്ങൾ n വേണം, 5 ആണ്. സം ഓഫ് എക്സ് 30, സം ഓഫ് വൈ 45, x² 220, xy 310. ബി കാണാനുള്ള ഫോർമുല n × സം ഓഫ് എക്സ് വൈ - സം ഓഫ് എക്സ് × സം ഓഫ് വൈ divided by n × സം ഓഫ് x² - സം ഓഫ് എക്സ് ഓൾ സ്ക്വയർ. അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സാധനങ്ങൾ സം ഓഫ് x² സം ഓഫ് എക്സ് ഓൾ സ്ക്വയറും രണ്ടും ഡിഫറെൻ്റ് ആണ്. അത് ഇവിടെയും ശ്രദ്ധിക്കണം കേട്ടോ, അത് മാറിപ്പോരുത്. അപ്പോൾ ബി എന്ത് കിട്ടും? 1 കിട്ടും. ഇനി 2 കാണാം. സ്റ്റെപ്പ് 2 ഫൈൻഡ് എ. എൻ്റെ ഫോർമുല സം ഓഫ് വൈ - ബി × സം ഓഫ് എക്സ് divided by n, അത്രയേ ഉള്ളൂ. അപ്പോൾ എയും കിട്ടി. അപ്പോൾ എയും ബിയും കിട്ടി. ഇനി ഇക്വേഷൻ എന്താ? y = a + bx എന്നല്ലേ, ഓർമ്മല്ലേ? y = a + bx എന്നാണ് റിഗ്രഷൻ്റെ ഇക്വേഷൻ. നമുക്കിതിൽ എയും കിട്ടി, ബിയും കിട്ടി. ക്വസ്റ്റ്യൻ എന്താ? എക്സ് 12 ആണെങ്കിൽ y എത്രയാണ് എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ എക്സിന് പകരം 12 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ y = 3 + 1x നമുക്ക് കിട്ടി. y = 3 + 1 × എക്സിന് പകരം 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 15 കിട്ടി. y = 50. അപ്പോൾ ഇത്രയേ ഉള്ളൂ റിഗ്രഷനും. ഇതാണ് കോറിലേഷനും റിഗ്രഷനും കേട്ടോ. ഇനി എക്സ്ട്രാ പ്രോബ്ലംസ് ആണെങ്കിൽ ഞാൻ അയച്ചു തരാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി കേട്ടോ. താങ്ക് യു.